അവര് നിൽക്കുന്നതിന്റെ പരമാവധി സമയം നിന്റെ കൂടെ ആവണം. എനിക്ക് നിന്റെ അമ്മയെ അറിയ പോലുമില്ല. ഞാൻ വെറുതെ എന്തിനാടാ അങ്ങോട്ട് വരുന്നേ? പരിചയമില്ലാത്താണോ നിന്റെ പ്രശ്നം? ഞാൻ മമ്മിയെ ഇപ്പൊ വീഡിയോ കോൾ ചെയ്ത് തരാം. 5 മിനിറ്റ് മമ്മിയോട് സംസാരിച്ച 5 വർഷത്തെ പരിചയമുള്ളതുപോലെ തോന്നും. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിന്റെ അമ്മ എന്നോട് എത്ര കമ്പനി അടിച്ചാലും അവരെനിക്ക് വക്കീലിനേക്കാൾ വലുതാവില്ല. വക്കീലിന് എന്റെ ജീവിതത്തിലുള്ള സ്ഥാനം നിനക്കറിയാലോ. ഇത്രയും ദിവസം വക്കീലിനെ കാണാതിരുന്നപ്പോഴാ പുള്ളിക്കാരനോടുള്ള ഇഷ്ടം എനിക്ക് മനസ്സിലായത്. വക്കീലിനെ തിരിച്ചു വന്നാൽ ഉടനെ എനിക്ക് കണ്ടേ പറ്റൂ. അതുകൊണ്ട് നാളെ ആരെ കാണാൻ വരാനും എനിക്ക് സൗകര്യമില്ല. ഞാൻ ബിസിയാ. അപ്പോ പാർട്ടി നന്നായി എൻജോയ് ചെയ്. ബൈ. നിന്നെ കാണുമ്പോൾ എനിക്ക് കഷ്ടം തോന്നുക. ഇങ്ങനെ ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് ഉറപ്പുള്ള ഒരു സ്വപ്നത്തിന് പുറകെ ഇങ്ങനെ അലഞ്ഞു നടന്ന് നിനക്ക് ഇതുവരെ മതിയായില്ലേ? നീ എന്തറിഞ്ഞിട്ടാ സംസാരിക്കുന്നേ? അവളെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും. ഇടാ, അവക്ക് ആ വക്കീലെന്ന് പറഞ്ഞാലേ ജീവനാ. നീ അവള് പറയുന്ന ഒന്നും കേട്ടില്ലേ? എടാ, അവൾക്ക് മുകുന്ദനോടുള്ളത് ഇൻഫാക്ച്വേഷൻ ആണ്. അത് കുറച്ച് കഴിയുമ്പോ മാറും. പ്രാക്ടിക്കലായി ചിന്തിച്ച ഞാൻ തന്നെയാണ് അവൾക്ക് അനുയോജ്യനെന്ന് അവൾക്ക് മനസ്സിലാവും. അവൾക്ക് ആ നല്ല ബുദ്ധി തോന്നുന്നവരെ ഞാൻ കാത്തിരുന്ന മാത്രം മതി. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. എടാ, അവൾ എന്റെയാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി അതിൽ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതിപ്പോ അവള് വിചാരിച്ചാലും ശരി.